ஹலோ காய்ஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா ஆல்ரெடி நம்ம லாஸ்ட் வீக் ஒரு படம் பார்த்தோம். ஸோ முக்காவோட பயங்கரமாக இன்றைக்கி பார்க்குற படத்துக்கும் லாஸ்ட் வீக் பார்க்குற படத்துக்கும் ஒரு கனெக்ஷன் இருக்குது. டேரக்டர் எஸ், ஆமாம், அதே டேரக்டர் தான். இது வந்து ரொம்ப சூப்பராக இருக்கும்னு சொன்னாங்க. இது வரும் கான்செப்டாக கமெண்ட்லேயே வந்துச்சு. சூப்பர் நேச்சுரல் ஹாரர் மூவி நினைக்கிறேன். ஏதோ வீட்டில் பேய் வர வச்சுருக்காங்களா என்னன்னு தெரியல. ஸோ நம்ம பார்க்க போகிற படம் வந்து பூதகாலம். எஸ். ஸோ படத்தோட டேரக்டர் இவருக்காக தான் வந்து சூஸ் பண்ணிடுவாங்க. இந்த படத்தோட டேரக்டர் யார் பார்த்தீங்கன்னா ராகுல் சதாசிவன். கேஸ்டிங் யார் பார்த்தீங்கன்னா நம்ம ஷேன் நிகாம், ரேவதி, சைஜு குரூப் அண்ட் ஆதிரா பட்டேல். ஸோ இவங்க தான் அந்த படத்தோட மெயினான கேஸ்டிங். ஸோ ஆல்ரெடி சொன்ன மாதிரி இது சூப்பர் நேச்சுரல் ஹாரர் ஃபிலிம். ஸோ நம்ம ஆல்ரெடி பார்த்த பிரம்மயுகாவும் ஒரு மாதிரி டிஃப்ரெண்ட்டான ஒரு மூவி தான். ஸோ இதுவும் அப்படி தான் இருக்குன்னு நினைக்கிறேன். சூப்பர் நேச்சுரல் ஹாரர் மூவி தான் காலம். ஸோ ரொம்ப நாள் வெயிட் பண்ணி கமெண்ட் பண்ணி ஒரு வழியாக இந்த படத்தை நம்மளுக்கு இந்த படத்து மேலே ஒரு இன்ட்ரெஸ்ட் வந்துருக்கு பிரம்மயுகா பார்த்த பிறகு. ஸோ நம்ம பூதகாலம் ரியாக்ஷன் போகலாம். போய் நின்றுது நினைக்கிறேன். ஆனால் அப்படி தானே இருக்குதாங்க. என்னடா வயிற்றான பாட்டின்னு நினைக்கிறேன். கமெண்ட் பண்ணாங்க அக்யூரசி ஆஃப் பாரதிஸ். எத்தனை பார்த்துருப்பான். ஏய் அம்மா அம்மா അമ്മമ്മ റൂമിലാണ്. ரேவதியை பார்க்கும்போதெல்லாம் அந்த ஓனர் போட்டாட்டே இவன் தமிழ் சொல்லி கொடுக்க ഡയപ്പർ മാറ്റണം. രാവിലെ മാറ്റിയത് ഒന്ന് പിടിച്ചേ. அடிக்க பேர அந்த பாட்டி பெல் அடிக்குமே அந்த பாட்டிடா. அப்படியா? ஆமாண்டா. ഇവിടെ പൊക്ക്. എന്താ കുറച്ച് പൊക്ക്. ഒരു ദിവസം 4-5 പ്രാവശ്യം ചേരുന്ന നടക്കൂലാട്ടമ്മ. എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകും. എന്ത് അറേഞ്ച്മെന്റ്? ഒരു ഓംനിവാസിന് ആര് കൊടുക്കും പൈസ? എൻ്റെ ശമ്പളം തന്നെ ഇവിടെ മതിയാവുന്നില്ല. പിന്നെ ഹോം നഴ്സ് വന്ന് പിടിക്കുക. ഒന്ന് മര്യാദയ്ക്ക് പിടിക്കുമെന്ന്. മര്യാദക്കല്ലേ ഇത്ര കാലം പിടിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് ആദ്യം മനസ്സോടെ ചെയ്യാനെങ്കിൽ ചെയ്യണ്ട. പോയി കിടന്നു. எப்போ நடந்து வந்தாங்க? ஸ்லீப் வாக்கிங்கா? தம்மடி வரும். என்னடா அது? என்னடா இது?
ஷட்டில் கார்டு ஓ நோ அது பாஸ்டா ரைட்டா விட்றா ஆயா காலி நினைக்கிறேன் பாட்டி அவுட்டுன்னு நினைக்கிறேன்டா. என்ன பார்த்தாங்க அவங்க பேய் வந்து பிடிச்சிட்டு போயிடுச்சா? கடைசியாக இவங்க தான் பார்த்தாங்களே. സാരമില്ല, ഇങ്ങനെ കിടക്കുന്നതിലും ഭേദമല്ലേ. പോയത് നന്നായി എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ஓய் 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 அது மீறாவது അതിലടാ സൽമാൻ ഖാൻ പോലെ. എൻ്റെ അമ്മ ഈ അടുത്താണ് മരിച്ചത്. ശേഷമാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് മെഡിക്കേഷൻ നടത്താൻ കാരണം എന്താ? ഞാനത് കുറച്ചു കാലം കറക്റ്റായി കഴിച്ചിരുന്നു. പിന്നീട് എനിക്ക് ശരിയായി. അപ്പം ഞാൻ തന്നെ അങ്ങ് നിർത്തിയതാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആശയ്ക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലേ, അതൊരു ഡിസോർഡറാണ്. പനി വന്നു പോകുന്ന പോലെ അത് പോവില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അമ്മയോട് പറയും. വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നീടാണ് സ്ട്രോക്ക് വന്നതും ഓർമ്മശക്തി നഷ്ടപ്പെട്ടതും. അവസാനമായപ്പോൾ എൻ്റെ പേര് പോലും അമ്മ മറന്നുപോയി. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? എൻ്റെ മകനുണ്ട്. DPharm ചെയ്തിട്ട് ഇപ്പോൾ ജോലി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. മകൻ എങ്ങനെയാ? ആശയെപ്പോലെയാണോ? അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുമോ? അവൻ എന്നെ പോലെയല്ല, അവൻ്റെ അച്ഛനെ പോലെയാണ്. വരാൻ സമയം എടുക്കും വിനു. പ്രിയാമ്മയുടെ അച്ഛനെ വിളിക്കും. ഇനിയിപ്പോൾ വിനുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ? ജോലിക്കാര്യം എന്തായി? നോക്കുന്നുണ്ട്. 1-2 കിട്ടി, ദൂരെയായിരുന്നു. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ പോവാലോ. അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ നോക്കാം. ഇവിടെ എന്ത് കിട്ടാനാ? ആശയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ? അവൻ പോട്ടേന്ന്. അവൻ പോയാൽ ഞാൻ തനിച്ചാവില്ലേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ തുടച്ചു വെച്ചതാ. ഇല്ല എங்களுக்கு நீங்க தேவையில்லை. ഞാൻ നിന്നോടല്ലേ പറഞ്ഞ മാറ്റി വെക്കാൻ. ഇത് ഓയിലിട്ടല്ല, എന്തായാലും വെറുതെ ഇരിക്കണല്ലേ. പറഞ്ഞത് ചെയ്താൽ മതി. டைட்டில் கார்டு அப்போ இந்த வீல் சேரை கூட காட்டினாங்கல்ல. வீல் சேர், பாத்ரூமு. എന്താ വേണം? അതെ അമ്മയുടെ കണ്ണട പൊട്ടിച്ചോ? ഇല്ലല്ലോ പൊട്ടി. മാറി നിൽക്ക്. ഒരു കാര്യം പ്രത്യേകിച്ച് ചെയ്യും. ടീച്ചറെ, ഈ ഇടയ്ക്കിടയ്ക്ക് ലീവാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചർ ഒരു ലോങ് ലീവ് എടുത്തോളൂ. ഇവിടെ ഞാൻ പകരം ഒരാളെ വെച്ചോളാം. ഇല്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം. ടീച്ചറിനോട് പറയണോണ്ട് വേറൊന്നും തോന്നരുത്. കൊച്ചു കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ കുറച്ചുകൂടെ പ്ലസൻ്റായിട്ട് അവരോട് ഞാൻ പറഞ്ഞത് ടീച്ചറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
அப்புறம் குழந்தைங்க இருக்குது, ஆனால் இவங்களுக்கு அந்த டிப்ரெஷன் இருக்குது. அவர் சொல்கிறது சரிதான், பட் இருந்தாலும் அம்மா இறந்துருக்காங்க கொஞ்ச நாள். இல்லை முன்னாடிலேருந்தே அப்படி தான் போலுக்குறாங்க. ஓ அதே ஃப்ரேமு, அதே அந்த பாட்டி வந்துச்சு அந்த ஃப்ரேம். எவ்வளோ நேரம் அழுவாங்க? ஒரு மாதிரி ஆயிடுச்சுல்ல. ആ ഞാൻ പുറത്തുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ്. ആ ഇത് നോക്കുമ്പോൾ നോക്കുന്നത് ഇതിൻ്റെ ആണല്ലേ? ഇത് ദുപ്പട്ട. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്ക് പിങ്ക് ഇഷ്ടമായി. ആ കിട്ടിയല്ലോ. എന്താണ് ബർത്ത്ഡേ പർച്ചേസ്. இங்கம்மா டேரிஸ் 2017 தானே? 5 வருஷம் ஆகும். നൈസാണ്. ഉണ്ണി പെരുസായി. ചിലപ്പോൾ കുറച്ചും കൂടി ചർച്ച ചെയ്യണം. എവിടെയെങ്കിലും ജസ്റ്റ് പോയിട്ട് താല്പര്യമില്ലേനു? എന്താ നിനക്കിപ്പോൾ സമയമുണ്ടല്ലേ? ഇപ്പം നിനക്ക് എന്നെ വിളിക്കാനും കാണാനും വരാനും ഒക്കെ സമയമുണ്ടല്ലേന്ന്. എൻ്റെ സിറ്റുവേഷനൊക്കെ ആകെ പ്രശ്നമായിരുന്നു. എന്ത് സിറ്റുവേഷൻ? അമ്മ മരിച്ചല്ലേ, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മൂഡ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. നിനക്ക് മൂടുണ്ടെങ്കിൽ മാത്രം വിളിക്കാൻ പറ്റുള്ളൂ. വിനു, നിനക്ക് തോന്നുമ്പോൾ മാത്രം എന്നെ വിളിക്കലും കാണാൻ വരലും ഒന്നും നടക്കില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടായില്ലേ? മോൻ വേറെ പെണ്ണിനെ നോക്കി. കൊണ്ടെവിടെ എന്നെ കുഴപ്പമുണ്ടോ? വേണ്ട, ഞാൻ അവളുടെ കൂടെ പോകാം. സൺഡേ ബർത്ത്ഡേ ആണ്, വരണം. അവന് മൂടുണ്ടെങ്കിൽ ഇനി അത് என்ன ஒரு வல்லகராம വീട്ടിലേ പ്രശ്നം. ഏതാടാ വീട്ടിലെ കാര്യങ്ങളൊക്കെ? അമ്മയൊക്കെ ഓക്കെയാ? ഓക്കെ എടാ. ஏய் ஒன் ஆஃப் ஃப்ரெண்ட்ஸ்ரா மம்மி பால் ആയിരത്തിൻ്റെ അത് ഓൾമോസ്റ്റ് സെറ്റായി പോവാന്ന് വിചാരിച്ചു. അതിലേ 3 ഡയറക്ടേഴ്സ് ഉണ്ടോ? ഡിഫാമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനത്തെ പണിക്ക് പോകണം. ഡിഫാമിന് പോയതല്ലേ, പഠിച്ചില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പഠിച്ച പണിക്കാണ് ആൾക്കാർ പോകുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. பேரு பத்தியா? அலீஸ் பிரியாணி. அஜீஸா? டீ கடை வச்சிருக்கேன். திடீர்னு பார்த்தா ஏய் பிரியாணி அந்த மாதிரி தான் இருந்ததுல அது. ഒന്നും കാണാറില്ല. ഞാൻ ഇൻസ്റ്റയിലില്ല. എടാ അവനൊക്കെ ഇപ്പൊ വേറെ ലെവലായി, ഞാൻ കാണിച്ചുതരാം. ഇൻസ്റ്റയൊക്കെ പിന്നെ ചുമ്മാ ഷോ അല്ലേടാ. നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നോ? ആൾക്കാർക്ക് ഓരോ വഴിക്ക് പോയി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ മാത്രം ഇവിടെ വെറുതെ ഒരു ഗതിയും പരഗതിയില്ല. നീ കഴിക്കുന്നില്ലേ? വേണ്ട, അപ്പോൾ വേണ്ടേ? ഞാൻ മാഗി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഉണ്ടാക്കിയത് ആര് കഴിക്കും? ഇത് കഴിച്ചാൽ മതി. വെറുതെ മനുഷ്യന് മെനക്കെടുത്താൽ. வீட்டு நைட்டில் மட்டும் தானே காமிக்கிறாங்க யூடியூப்ல. அதுவும் ஒரு சைடு தான் லைட் அடிக்குது. தெரு லைட் தான் அடிக்குது. இருட்டாகுது. ஒரு இதுல இல்ல வீல் சேர்ல நான் நினைக்கிறேன் ஃபர்ஸ்ட் ஷாட் மாதிரி பாட்டி பேய் வந்து உட்காருவாங்க நினைக்கிறேன் பின்னாடி. என்ன சொல்ற? எனக்கு இவங்க மேலே கொஞ்சம் டவுட்டாக இருக்குது. പാട്ടി എന്താ பண்ணிட்டாங்க? ലാബ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? അതെ സാർ, ഞാൻ 100 hours ഫാർമസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇടയ്ക്ക് ഒരു 1.5 വർഷം കരിയർ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. സാർ, എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഈ ടൗണിൽ തന്നെ ജോലി വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഈ ടൗണിൽ? അതെ സാർ, ഞാൻ ഇവിടെ താമസിക്കുന്നത്. സാറേ, നമ്മൾ ഈ ടൗണിലേക്കാണ് ആളിനെ നോക്കുന്നത്? ഇല്ല, നമ്മളങ്ങനെ ഒരു ആഡ് എവിടെയും കൊടുത്തിട്ടില്ല. നമ്മൾ ടൗണിലേക്കല്ല, കുറച്ച് ഔട്ട് സ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന. സാറിൻ്റെ കസിനല്ലേ ഫെലിൻ? അത് വിളിച്ചത് എൻ്റെ കാര്യം പറയാനായിരുന്നു. അതിന് താനെ തന്നെ ചിരിക്കുന്നു.
ഇപ്പം ഞങ്ങളൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതിനൊരു വരുന്ന രീതിക്ക് ഒരു മിനിമം മര്യാദയുണ്ട്. പെരുമാറി ഷേവും ചെയ്യാതെ. സാർ എൻ്റെ അമ്മമ്മ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ച അതെനിക്ക് ഞാൻ ഷേവ് ചെയ്യാൻ പറ്റായിരുന്നു. ഇവിടെ ഈ സാറിൻ്റെ അമ്മമ്മ കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. സാർ വന്നിരിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ? അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ സ്കൂൾ ടീച്ചറാണ്. ബാക്കി പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു, സ്വന്തം മോനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അടി വാങ്ങ പോരാ. என்ன மீன் ஞாபகம் வந்துச்சு? சிங்கம்ல when you get rejected even after your friend's referral. நான் தூத்துக்குடியில் பவர் அவர் தான் സിംഗം എന്തേ എപ്പത്തി എവിടെയായിരുന്നു? ഞാൻ ഫോണിവിടെ ചാർജിൽ ഇട്ടിച്ചിരിക്കുന്നു. അതാണ് എന്തൊക്കെയുണ്ട്? ഇപ്പം എന്താ അടുത്ത ആഴ്ച പോകും? അടുത്ത ആഴ്ച പോകും, വ്യാഴാഴ്ച പോകും. ലഡു കഴിക്കും, ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിന്. അത് വേണം, മധുരം കഴിക്കാൻ പാടില്ല. എന്തൊക്കെയാ? എനിക്ക് ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ജോലിയൊന്നും അങ്ങോട്ട് ശരിയായില്ല. കുറേ നോക്കി. നീ ഇപ്പം ഈ പോണെടുത്തേ എന്തെങ്കിലും ഒരു അല്ലടാ, ഞാൻ സാധാരണ ഒരു ഹോട്ടൽ പണിക്കാണ്. അത് കുഴപ്പമില്ല, എന്ത് പണിയാണ്. എനിക്കിപ്പോൾ എവിടെ എങ്ങനെയൊന്ന് മാറണം, മനസ്സിലായോ? അല്ല അവിടെ ചെന്നിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാമല്ല, ആ രീതിയിൽ നീ. അല്ല, നിന്റെ അമ്മ സമ്മതിച്ചാ? അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ സമയിപ്പിച്ചോളാം. അതുകൂടെ നീ പറഞ്ഞാൽ മതി, വിളിച്ചാൽ കറുപ്പീന ഇത്. ഓക്കെ. സിഗരറ്റ് നീ സിഗരറ്റ് വലിയ വീണ്ടും തുടങ്ങണം. നിന്റെ പാൻ പോക്കറ്റിൽ ലൈറ്റ് കിട്ടിയല്ലോ. മേടിച്ചായിരുന്നു, മറന്നുപോയി. കിട്ടിയില്ല. 1.5 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല. ഇവിടെ നിന്ന് കിട്ടുമെന്നോ? അത് പിന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ? നീ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത്രയും ലേറ്റ് ആവുന്ന പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ എടുത്തു വെച്ചേക്കണേയാണല്ലോ ജോലിയെ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. വേറെ എവിടെയെങ്കിലും നോക്കണം. എനിക്കൊരു ജോലി അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? അവനിനി ജോലി ചെയ്യാൻ പോണൊരു ഹോട്ടലിൽ. ഇത്രയും കാശ് കൊടുത്ത് പഠിപ്പിച്ചിട്ട് നീ ഹോട്ടൽ പണിക്ക് പോവാണോ? അതിനെന്തോ കുഴപ്പം? എല്ലാവരും പഠിച്ചു പണിയൊന്നുമല്ലല്ലോ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്ക്. ആദ്യം MBBS വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു, പിന്നെ D.Pharmയിൽ ചേർന്നു. ഇതിനൊക്കെ എത്ര കാശ് ചെലവായിന്ന് അറിയോ? MBBSൻ്റെ കാര്യം ഇവിടെ പറയരുത്. ഞാനൊരു 100 തവണ പറഞ്ഞതാണ്, എനിക്ക് പറ്റൂല. എൻ്റെ പ്രൊഫഷണൽ കോഴ്സാണ്, അന്തസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ കൊണ്ട്. പക്ഷെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിലായത്. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഉണ്ടാക്കി വെച്ചത് മുടിഞ്ഞ കടവും പേര് ദോഷം. ആ കട ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി നീ ഉണ്ടാക്ക. എടാ, നിന്നെ ഞാൻ എങ്ങനെയൊക്കെയാ വളർത്തിയ. നീ നന്നാവില്ല. നിന്റെ അച്ഛനെ പോലെ സ്വന്തം ജീവിതം നശിപ്പിക്കും. നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും തവണ പോട്ടാമ. നീ എവിടെയും പോവില്ല. നീ പോണത് എനിക്കൊന്ന് കാണണല്ലോ. നിന്നെ ഇവിടെ പൂട്ടിയിടും. എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് നീ നൈറ്റ് ഫുൾ അളവ് പോറാണോ? എനിക്ക് സംസാരിക്കണോ അമ്മ? പറഞ്ഞിട്ടില്ല, ഈ പോക്ക് എപ്പോഴും നടക്കില്ലാട്ടമ്മ. അമ്മ சரி, எதுக்கு அந்த பாட்டி பெட்ரூம் காமிச்சாங்க நடுவில்? எனக்கும் அதான் தெரியலடா. അവിടെ അങ്ങനെ ஏதோ
അത് ഞാൻ അറിയാതെ അറിയാതാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത്? ആ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാല് തകർന്നിട്ടുണ്ട്. അത് കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ വരുന്ന രക്ഷകർത്താക്കൾ എങ്ങനെയുള്ളവരാണെന്ന് ആർക്കറിയാം? സർ, പേരൻസിനോട് ഞാൻ സംസാരിക്കട്ടെ? അതൊന്നും വേണ്ട. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് ടീച്ചർ ഇങ്ങോട്ട് വരണ്ട. நிஜமாலே அந்த சீன் நடக்கும்னு நினைக்கிறேன்டா. பாட்டி உட்காரதா? கால் கிட்ட உட்காரு. செத்துருவானே. ஐயோ என்னடா பாட்டி எட்டி பார்த்துட்டு போறாங்க. டேய், லைட் ஆஃப் பண்ணா கிட்ட இருப்பாங்களா? மாடி அப்புறம் அந்த டோர் வேற காத்துல ஆடுது. வா ஒரு செகண்ட்